മദീന വറപ്പിച്ച നേതാവ് തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്റെ കൊടൽമാലയിലൂടെ വെള്ളം പുറത്തോട്ട് വന്നു പോയി. സ്വഹാബത്ത് വഫാത്ത് ഏകദേശം മുമ്പിൽ കണ്ടു. ബോധം തെളിഞ്ഞ ഉടനെ തന്റെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചോട്ട് പറഞ്ഞു, മോനെ, ആയിഷ ഉമ്മാന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ഉമറിനക്ക് റൗളയിൽ ഒരിടം തരാൻ ഖബറിന്റെ സ്ഥലം വേണം ചോദിക്കുമോ? മകൻ ഓടി ചെല്ലുമ്പോ അകത്തിരുന്നൊരു തേങ്ങിക്കരച്ചില് കേൾക്കാണോ? ആരാ കരയുന്നത്? ആയിഷ ഉമ്മ. എന്തിനാ കരയുന്നത്? അമീറുൽ മുഅ്മിനീൻ കുത്തേറ്റ് വീണെന്ന വിവരം കേട്ടിട്ട് കരയാണ്. എന്തിനാ മോനെ വന്നത്? എന്തിനാ മോനെ വന്നത്? ഒന്നുമില്ല, ബാപ്പക്ക് ഖബറിന് ഒരിടം വേണം, റൗളത്തുൽ മുശറഫയില്. നിങ്ങൾ അതിന്റെ സമ്മതം തരണോ? അത് തരാനാ ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോ ആയിഷ ഉമ്മാന്റെ മറുപടി, മോനെ, എന്റെ റൂമിലാണ് എന്റെ വാപ്പയും എന്റെ ഭർത്താവും കിടക്കുന്നത്. അവിടെ ഒരു ഖബറിനൊരു സ്ഥലമുണ്ട്, അത് ഉമർ തങ്ങൾക്ക് വേണ്ടി കൊടുത്തോളോ. പിന്നെ ഒരു സ്ഥലം ഖിയാമത്തിനാള് വരുമ്പോ ഈസാ നബിയാണെന്ന് ഖാല റസൂലുള്ളാഹ്. ഞാൻ ജന്നത്തുൽ ബഖീൽ കിടന്നോളാം. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ കിടക്കാൻ സമ്മതം കൊടുത്തുപോയി. ഈ വിവരം ചെന്ന് പറയുമ്പോ സന്തോഷമായി പോയി.